അവർ ബാംഗ്ലൂർ പോകുന്നുണ്ട്, ബോംബെയിൽ പോകുന്നുണ്ട്, പൂനെയിൽ പോകുന്നുണ്ട്, ഹൈദരാബാദിൽ പോകുന്നുണ്ട്, കൊൽക്കത്തയിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ട് ചെന്നൈയിലേക്ക് വരുന്നില്ല? എത്രയോ നാളുകളായിട്ട് നമ്മുടെ പല പരിപാടികളിലും നമ്മൾ തന്നെ പലരോടും പറയാറുണ്ട്, നന്ദഗോവിന്ദത്തിനെ കൊണ്ടുവന്നുകൂടെ, എന്തുകൊണ്ടാണ് നന്ദഗോവിന്ദൻ ചെന്നൈയിൽ വരാത്തത്? അങ്ങനെ നമ്മുടെ ആ കാത്തിരിപ്പിന് ഫലമുണ്ടാക്കിയത് കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻസ് CTMA കഴിഞ്ഞ 3-4 വർഷമായുള്ള കഠിന പ്രയത്നത്താലാണ്. കാരണം ഇവർക്കൊരു 3 വർഷമൊക്കെ ആയിട്ട് ഡേറ്റ് ഇല്ലെന്നാണ് നമ്മുടെ CTMA ഭാരവാഹികൾ പറയുന്നത്. ഒരുപാട് നാളായിട്ട് അവര് ട്രൈ ചെയ്യാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. പക്ഷേ അവർക്ക് ഡേറ്റ് ഇല്ലായിരുന്നു. എന്തായാലും അവർക്ക് ഡേറ്റ് കിട്ടിയത് ഈ കത്തിരി വെയിൽ ഇച്ചിരി താഴ്ന്നു നിൽക്കുന്ന നമ്മുടെ ജൂൺ മാസം. കേരളത്തിൽ ഭയങ്കര മഴയാണ്. അപ്പൊ പിന്നെ അവർ ആ മഴയിൽ നിന്ന് രക്ഷപ്പെട്ട് 2 ദിവസം ഈ ചൂടത്തിരിക്കട്ടെ അല്ലേ നമ്മുടെ കൂടെ, നമ്മുടെ ചെന്നൈയിൽ. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ആദ്യം പറഞ്ഞു 25 വർഷമായിട്ട് ഇവര് നമ്മളെ പാടി പ്രേമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് നാളുകളായിട്ടാണ് നമുക്ക് ഈ യൂട്യൂബിലൂടെ കേട്ട് ഇവരുടെ പാട്ടുകളോട് വളരെയധികം ഒരു ഭ്രമം തോന്നി തുടങ്ങിയത്. കാരണം അവരുടെ സംഗീതത്തിന് ജാതിമത ഭേദമന്യേ, അത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയണം, ജാതിമത ഭേദമന്യേ ഏവരെയും, ഭാഷാഭേദമന്യേ, ഭാഷയ്ക്കും ആതിഥ്യങ്ങളുണ്ട്. കാരണം ഇവിടെ തന്നെ ഒരുപാട് തമിഴ് ആൾക്കാരുണ്ടാവും തോന്നുന്നു. ഇന്നത്തെ ദിവസത്തെ ടിക്കറ്റ് അങ്ങോട്ട് ആദ്യം പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ ഇന്നത്തെ ദിവസത്തെ ടിക്കറ്റ്സ് ശടപടയെന്നാണ് തീർന്നത്. നമ്മുടെ മോഹൻലാൽ സിനിമ എമ്പുരാനും അതിനുശേഷം ദൃശ്യവും അതിനുശേഷം നന്ദഗോവിന്ദ ഭജൻസുമാണ് ശടപടയെന്ന ടിക്കറ്റുകൾ എത്രയും പെട്ടെന്ന് ബുക്കായി തീർന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നാളത്തേക്കും കൂടി ഒരു ദിവസം പ്രോഗ്രാം അവര് വീണ്ടും 2 ദിവസമാണ് ചെന്നൈയിൽ അവര് പ്രോഗ്രാംസ് ചെയ്യുന്നത്. അതിനാദ്യം CTMA ഭാരവാഹികൾക്ക് ഒരു അനുമോദനം. എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും CTMAക്കും ഇവിടെ വന്നതിന് നന്ദഗോവിന്ദ ഭജൻസിനും നന്ദി, താങ്ക് യു. നമുക്കൊരു ചെറിയ ഒരു ഉദ്ഘാടനം നടത്തിയിട്ട് നമുക്ക് നമ്മുടെ പരിപാടി ആരംഭിക്കാം. അതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് CTMA പ്രസിഡന്റ് ശ്രീ VC പ്രവീൺ, ജനറൽ സെക്രട്ടറി ശ്രീ MP അൻവർ, പ്രോജക്ട് ചെയർമാൻ ശ്രീ സോമൻ കൈതക്കാട്, ട്രഷറർ ശ്രീ R രാധാകൃഷ്ണൻ, വ്യവസായ പ്രമുഖൻ ശ്രീ പോപ്പുലർ വിജയകുമാർ, സണ്ണി ഡയമണ്ട്സിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ സുബിൻ PS, ജെറി കെയർ MD ശ്രീ ആനന്ദ്, ഗോപുരം കുങ്കുമം ആൻഡ് ടർമറിക്കിന്റെ MD മിസസ് ആൻഡ് മിസ്റ്റർ നിരഞ്ജൻ കൃഷ്ണ, രത്ന ഫാൻ ഹൗസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ കൃഷ്ണമൂർത്തി വന്ദന, അറോറ ബൈസ് ടൊമാറ്റോ ഫാംസിന്റെ പാർട്ണർ ശ്രീമതി CP സുധ, ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട നന്ദഗോവിന്ദത്തിന്റെ പ്രവീൺ ശ്രീലാൽ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ ശ്രീ CTMA ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ അവർ. ഏവരെയും വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും ക്ഷണിക്കുന്നു. ഒരു വലിയ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ ഇവന്റ് പാർട്ണർ ചെന്നൈ ടൈംസിനോടും കൂടിയാണ്. അവർക്കും ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദഗോവിന്ദത്തിന്റെ പ്രിയ ഗായകർ ശ്രീ പ്രവീൺ, നവീൻ, ശ്രീലാൽ അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏവരും ചേർന്ന് ഭദ്രദീപം തെളിയിക്കാൻ അപേക്ഷിക്കുന്നു.
ഈ ടിക്കറ്റ് സമാഹരണത്തിലൂടെ ലഭിക്കുന്ന തുക CTMA ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ സംഗീത പരിപാടി ആരംഭിക്കാം അല്ലേ? താങ്ക് യു. അപ്പോൾ എല്ലാവരും ആസനസ്ഥരാകാൻ ഉപവിഷ്ടരാകാൻ അഭ്യർത്ഥിക്കുന്നു.